ലെനീഷിൻ്റെ ഷോപ്പിന് മുമ്പിലാണ്. വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം, പോയി നോക്കാം. നമ്മളെ കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് ഔട്ട്ഡോർ. ലെനീഷ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്യാമറ, 2 ലെൻസുകൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കാനോണിൻ്റെ EOS R എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു മിറർലെസ് ക്യാമറയാണ്. പിന്നെ സിഗ്മയുടെ ഒരു ബ്ലോക്ക് ലെൻസ് 35mm 1.4. പിന്നെ കാനോണിൻ്റെ 85mm ഒരു ബ്ലോക്ക് ലെൻസ് കൂടെ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാമറയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലെനീഷ് പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഞാനിപ്പോൾ ലെനീഷിൻ്റെ ഓഫീസിലാണ്. നമുക്ക് ക്യാമറയെ കുറിച്ചുള്ള കുറച്ച് നല്ല വിവരങ്ങൾ തരാൻ ആൾ തന്നെ ആയിരിക്കും നല്ലത്. ലെനീഷ് ഭായ്, നമ്മളെ ഈ കാനൺ ഇറക്കിയിട്ടുള്ള മിറർലെസ് ടെക്നോളജിയിലുള്ള ക്യാമറയാണ് EOS R. അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഈ ഷൂട്ടിന് ഉപയോഗിക്കുന്ന ക്യാമറ. 18 മെഗാപിക്സലാണ് ക്യാമറയുടെ പിക്സൽ വരുന്നത്. പിന്നെ വീഡിയോൻ്റെ ക്വാളിറ്റി വരുന്നത് 4K ക്വാളിറ്റിയിലാണ് വീഡിയോ വരുന്നത്. ബ്ലൂടൂത്ത് വൈഫൈ കണക്ടിവിറ്റിയിലും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിലേക്ക് ഓൺ ടൈമിൽ തന്നെ പടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. എഡിറ്റിങ്ങിനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് വൈഫൈക്കായി കോപ്പി ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ നമുക്ക് പോവാം. ലൊക്കേഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഞങ്ങളുടെ കോട്ടയ്ക്കൽ തന്നെ ആട്ടിരിപ്പാടം എന്ന് പറയുന്ന ഏരിയയാണ്. ക്യാമറ ഒക്കെ റെഡിയാണ്. ലെൻസ് ഫിറ്റ് ചെയ്തിട്ടില്ല. ലെനീഷ് ലെൻസ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെനീഷ് ഇത് ഓൺലൈൻ എടുത്താണോ ക്യാമറ? അല്ലല്ല, ഇത് ഓൺലൈനല്ല. നമ്മളെ കോഴിക്കോട് ക്യാമറ പോയിന്റ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ക്യാമറയുടെ, അവിടെ നിന്ന് എടുത്ത സംഭവം. റെഡി ക്യാഷ് ആണോ അതോ അവര് അടവ് കിട്ടുമോ? അല്ലല്ല, റെഡി പേയ്മെന്റ് ആണ്. അടവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ബജാജ് ഫിനാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ലെൻസുകളൊക്കെ എങ്ങനെ ഏകദേശം റേറ്റ് വരുന്നത്? നമ്മളെ സിഗ്മ 35mm ഏകദേശം 58 രൂപയുണ്ട് മാർക്കറ്റിൽ. ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും അറൗണ്ട് 58. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഷട്ടർ സ്പീഡ് 2500-ഉം ISO 100-ഉം അപ്പർച്ചർ 1.8 ഈ ഒരു ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോസിൻ്റെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ വേറെ കാണിച്ചു തരാം. ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് ഫോക്കസ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ടച്ച് ചെയ്യുമ്പോൾ തന്നെയുള്ള ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിലാണ് ഇത് കാണുന്നത്. ഞാനും വണ്ടിയും കൂടെ ലോങ് ഷോട്ട് എടുക്കാൻ വേണ്ടി ദൂരെ പോയി നിൽക്കുകയാണ്. ഈ ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം. വണ്ടിയുടെ മാത്രം ഷോട്ടോ എടുക്കുന്നത്.
വണ്ടിയുടെ കുറച്ച് ബാക്ക് വ്യൂ എടുത്താണ് ഈ ഫോട്ടോ. ഇതാ അപ്പോൾ നമ്മൾ ഫോട്ടോസിൻ്റെ ഇത് പാക്കിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫോട്ടോസ് ഞാൻ ലിങ്ക് അയച്ചു തരാം. ആളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഒക്കെ ലിങ്കിൽ ഞാൻ താഴെ ഇടുന്നുണ്ട്. ഫോട്ടോസ് അതിൽ കയറി കാണാം. അപ്പോൾ ബൈ.